السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ല് ലമ്മാ റഅയ്തു മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വീബ നഫ്സിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നാൾ നല്ല റാഹത്തിലായിട്ട് കണ്ടപ്പോൾ ഞാൻ ചെന്ന യാ റസൂലല്ലാഹ് ഉദുഉല്ലാഹ ലി, നബിയെ നക്കുബനായിട്ട് പ്രാർത്ഥിക്കുന്നു നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ടൈമിലും ബിസിയിലും പല തിരക്കിലായിക്കുന്ന സന്ദർഭമായിട്ടില്ല. ഒരു നാളത്തെ ഫ്രീ ഉണ്ട്. ആ സമയത്തെ ഉപയോഗിച്ചിട്ട് ഞാൻ നബി തങ്ങളുടെ വല്ല പോയിട്ട് ചെന്ന് നബിയെ നക്കുബനായിട്ട് ദ്വാരക്കുറു നബിയെ ചെന്ന് ആയിഷ റളിയല്ലാഹു അൻഹുവിനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷത മാ തഖദ്ദമ മിൻ ദംബിഹ വമാ തഅഖർ. പടച്ചവനെ ആയിഷയെ മുന്നത്തെ പിറത്തെ എല്ലാ ദോഷം നീ പുറത്തു കൊടുക്കുക ചെന്നിട്ട് ദ്വാരത്ത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ചെല്ല് ഫളഹിഖത്ത് ആയിഷത്തു ഹത്താ സഖത റഅസുഹാ ഫീ ഹുജ്രിഹാ മിനല്ലാഹികി. ആയിഷ റളിയല്ലാഹു അൻഹ വല്ലാത്ത സന്തോഷമായിട്ട് ആ സന്തോഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ തല വെച്ചിട്ട് കിടന്നത് അത്ര കൊസിയായിട്ട്. പക്ഷേ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരന്നെങ്കിൽ ആ ദ്വാക്ക് ഉത്തരം കിട്ടാല്ലേ. അപ്പോൾ ഏതായാലും അള്ളാഹുന്നൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തന്നല്ലേ ചെല്ലാറ് കൊസിയായിട്ട് കിട്ടും. അപ്പോൾ കേട്ടിട്ട് യുസിറുക്കി ദുആയി ഓ ആയിഷ നിനക്ക് സന്തോഷമായിട്ടാ ആ ദ്വാർന്ന് നിനക്ക് സന്തോഷമായിട്ടാണ് കേട്ടത്. അപ്പോൾ നാ ചെന്ന ഒമാലി ലാ യുസിറുനി ദുആവുക്ക, നബി നിങ്ങൾ ആ ദ്വാർന്ന് നിനക്ക് സന്തോഷമാവേണ്ടത് വെക്കുക. നിങ്ങൾ നക്കുബേനായിട്ട് തന്നെ ദോഷപ്പുറക്ക് ദ്വാർന്നല്ലേ നബിയെ. എനിക്ക് വല്ലാത്ത സന്തോഷമായിട്ട് ചെന്നു. അപ്പോൾ ചെന്ന് വല്ലാഹി ഇന്നഹാ ലദഅവതി ലിഉമ്മത്തി ഫീ കുല്ലി സ്വലാത്തിൻ. ആയിഷ ഈ ദുആ ഞാൻ ദ്വാർന്നല്ലേ ആയിഷ പുറത്തു കൊടുത്തു. ആ ദുആ എല്ലാ നിസ്കാരത്തിൽ ഞാൻ എൻ്റെ ഉമ്മത്തി വേനായിട്ട് ദ്വാരക്കിടായിട്ട് എൻ്റെ ഉമ്മത്ത് വേനായിട്ട് എപ്പോഴും ഞാൻ എല്ലാ നിസ്കാരത്തും ദ്വായിട്ടിക്കരുത്. അപ്പോൾ നോക്കറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതി നിസ്കാരത്തിലും തൻ്റെ ഉമ്മത്തിലെ സലാമത്ത് വേനായിട്ട് ദ്വാർന്നിട്ടിക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്ദ് ചെല്ലു. അപ്പോൾ എത്രയുടെ സ്നേഹവും എത്രയുടെ പിരിസായിട്ടിക്കരുത് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കാണിച്ചിട്ടുള്ളേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണും ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ. എല്ലാ നബിമാർക്ക് അള്ളാഹു ഒരു പ്രത്യേകമായ ദുആ കൊടുത്തറ. ആ ദുആ നിങ്ങൾ അപ്പോഴും അതിക്ക് ഉത്തരം കിട്ടും. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു. എല്ലാ നബിമാരും അതിൽ ദുനിയാവിലെ ദുആ എന്നിട്ട് തീർത്തറാറ്. ആ അള്ളാഹുടെ വക്കൽ നിന്ന് കിട്ടിയ പ്രത്യേകമായ ഒരു ദുആ, ആ ദുആ അത് അപ്പോഴും അതിക്ക് ഉത്തരം കിട്ടും. അതിൻ്റെ ബെനിഫിറ്റ് എല്ലാ നബിമാരും ദുനിയാവിലെ എടുത്തോണ്ടിറാറ്. പക്ഷേ ഇഖ്തബഅതു ദഅവതി ഷഫാഅത്തല്ലി ഉമ്മത്തി. പക്ഷേ ആ ദുആയുടെ ഞാൻ എന്താക്കിയിട്ടില്ല, അതിൻ്റെ ബെനിഫിറ്റ് ഞാൻ എടുത്തിട്ടില്ല. അങ്ങനത്തെ എത്തരമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദിഗ്ധ കാലഘട്ടം വന്നിട്ട് സന്ദിഗ്ധ ഘട്ടത്തിൽ നബി തങ്ങൾ ദ്വാരക്കുള്ള ഒരു അവസരമെല്ലാം ഉണ്ടായിട്ട്. പക്ഷേ തൻ്റെ ആവശ്യത്തിനായിട്ട് നബി തങ്ങൾ ആ ദ്വാർന്നിട്ടേ ഇല്ല. ലൈഫിൻ്റെ ഉടനീളത്തും ദ്വാർന്നിട്ടില്ല. പിന്നെ ആ ദ്വാരത്തിന് അങ്ങനെ ജാഗ്രത ആക്കി വെച്ചില്ല. അതെന്ത് നാളെ ആഖിറത്തിൽ എൻ്റെ ഉമ്മത്തിലെ ഷഫാത്തിബനായിട്ട് എൻ്റെ ഉമ്മത്ത് നാളെ ആഖിറത്തിൽ കുടുങ്ങിയപ്പോൾ ആ ദ്വാത്തെ ബെനിഫിറ്റ് എടുക്കുമോ ഞാൻ ഉദ്ദേശിച്ചില്ല. അപ്പോൾ എൻ്റെ സ്വന്തത്തിൽ വേനായിട്ട് ഞാൻ അത് എന്തായിട്ടില്ല, ആ ദ്വാത്തെ ബെനിഫിറ്റ് ഞാൻ എടുത്തിട്ടേ ഇല്ല. എന്നിട്ട് ചെന്ന് ഫഹിയ നായിലത്തുൻ ഇൻഷാ അള്ളാഹ്. അതിൽ ഞാൻ ഇൻഷാ അള്ളാഹ് ഞാൻ ആഖിറത്തിൽ ഞാൻ ആ ദ്വാത്തെ പ്രയോജനം എടുത്തിട്ട് എൻ്റെ ഉമ്മത്തിലുള്ളതായ എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലി ആ ഒരു തൗഹീദിൻ്റെ ആശയത്തിൽ ജീവിച്ച് മരിച്ചതായ എല്ലാ ഉമ്മത്തിനും എന്നാൽ ആഖിറത്തിനായിട്ട് ആ ഒരു ദുആത്തെ ഞാൻ എന്തൊക്കെ പ്രയോഗിക്കണേ, ആ ഉമ്മത്തിനെ നരകത്തെ തൊട്ട് മോചിപ്പിക്കണേട്ട് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി. അപ്പോൾ എന്തൊരു ഭാഗ്യമായിട്ടിക്കട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തികളായ ഞങ്ങൾക്ക് ദോഷത്തെ കാരണം കൊണ്ട് ചിലപ്പോൾ നരകത്ത് പോകേണ്ട ഒരവസ്ഥ ഉണ്ടായെങ്കിലും
നമുക്ക് ശാശ്വതമായിട്ട് നരകത്ത് ബാക്കിയാവുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു സമയത്തിൽ അള്ളാഹുടെ ഹബീബിൻ്റെ ആ ദുആത്തെ ബെനിഫിറ്റ് കൊണ്ട് നമുക്ക് നരകത്തിൽ നിന്ന് സ്വർഗത്ത് പോകേണ്ട ഒരു അവകാശം ഖണ്ഡിതമായിട്ടും അള്ളാഹു ആക്കി തണ്ടാശില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഒരു പലക്കത്തിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആ നബി തങ്ങളെ ഞങ്ങൾ കൽബിലെ അടിത്തട്ടിൽ സ്നേഹിക്കണം. കാരണം ശാശ്വതമായ നരകത്തെ അഹലുകാരെ ആവലിനെ തൊട്ട് ഞങ്ങളെ ഹബീബ് ഞങ്ങളെ എന്താക്കിയിട്ടുണ്ടോ, തടഞ്ഞിട്ടുണ്ടോ. അതെത്ര വലിയൊരു ഉപകാരം ദുനിയാവിൽ ഒരു ഇന്നൊരു മനുഷ്യ ആക്കുവാൻ സാധ്യമേ ഇല്ല. അപ്പോൾ അത്രയും വലിയൊരു ഉപകാരമാക്കി ഞങ്ങളെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ ഞങ്ങളെ മനസ്സിലടിത്തട്ടിൽ ഞങ്ങൾ സ്നേഹിക്കണം. അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ആ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. ആ ഹബീബ് ഞങ്ങൾക്ക് കൽപ്പിച്ച ദീനിൻ്റെ എല്ലാ കാര്യവും നമുക്ക് എത്ര ആവുള്ളൂ അതുപോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ. അവിടുന്ന് വിരോധിച്ച കാര്യത്തെ തൊട്ട് എത്ര ദൂരത്താവും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ ബിഫദ്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.